ന്യൂജൻ അടുക്കളയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് അടുക്കളയുടെ സിങ്കിൽ നിന്നും ബാഡ് സ്മെൽ വരുന്നതും വേസ്റ്റ് ടാങ്കും സെപ്റ്റി ടാങ്കും വേഗം നിറയുന്നതും. അതിനൊരു ഈസി സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ഒരു പാത്രത്തിൽ കുറച്ച് പച്ചച്ചാണകം എടുക്കാം. ഉണങ്ങിയത് എടുക്കരുത്. അതിലേക്ക് ചാണകം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അതിനുശേഷം അതിൽ കിടക്കുന്ന ചപ്പുചവറുകൾ എടുത്തു കളയണം. ശേഷം വേറൊരു പാത്രത്തിലേക്ക് വെള്ളം മാത്രം ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്ത വെള്ളത്തിൽ ഒരു തരി പോലും ചപ്പുചവറുകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു മഗ് ഉപയോഗിച്ച് പുറത്തുള്ള പൈപ്പിൽ കൂടി വേസ്റ്റ് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സിങ്കിൽ കൂടിയല്ല ഒഴിക്കുന്നത്. സിങ്കിൽ കൂടി ഒഴിച്ചാൽ അകത്തൊക്കെ സ്മെല്ലുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ 2-3 കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ പൈപ്പിൻ്റെ ചുറ്റും ആവുകയാണെങ്കിൽ അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യണം. ഇതേപോലെ തന്നെ സെപ്റ്റി ടാങ്കിൻ്റെ പൈപ്പിൻ്റെ അടപ്പ് തുറന്ന് 3-4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് മൂലം ടാങ്കുകളിലെ ബാക്ടീരിയകളെല്ലാം കൂടുതൽ ഉണ്ടാവുകയും വേസ്റ്റുകൾ വേഗം അഴുകി പോവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ തിയറി. രണ്ടോ 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ടാങ്കുകൾ വേഗം നിറയാതിരിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ബാത്റൂമുകളിലോ സിങ്കുകളിലോ ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്ന് തോന്നിയാൽ ഇതേപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എഴുതാനും മറക്കരുത്.